ഇന്ന് വളരെ വ്യത്യസ്തമായിട്ടുള്ള രീതിയിലുള്ള അടുപ്പാണ് ഇന്ന് ഇവിടെ നിർമ്മിക്കുന്നത്. ഇത് 2 ഹോള് മാത്രമുള്ള അടുപ്പാണ്. മൂന്നാമത്തെ അടുപ്പ് ഇതിനില്ല. ഇത് ഫിറ്റ് ചെയ്യുന്ന രീതിയാണ് ഇങ്ങനെ കാണിക്കുന്നത്. ഇതിന് മൂന്നാമത്തെ അടുപ്പ് ഇല്ല എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഒരു സംശയം ഉണ്ടാവും, ഇതിനെങ്ങനെയാണ് ക്ലീനിങ് കാര്യങ്ങളൊക്കെ നടത്തുക എന്നുള്ളത്. അതാണ് ഇപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ മൂന്നാമത്തെ അടുപ്പ് വരുന്ന സ്ഥലത്ത് മറ്റടുപ്പുകൾക്ക് ഉണ്ടാകുന്ന പോലെ നമ്മൾ സ്ഥലം ഉണ്ടാക്കും. ആ കുഴി അവിടെ ഉണ്ടായിരിക്കും, പുറത്തേക്ക് കാണില്ല എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതിൽ കൂടെയാണ് നമ്മൾ ക്ലീനിങ് ചെയ്യുക. മറ്റേ 3 അടുപ്പുള്ളതിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ചെറിയൊരു ബുദ്ധിമുട്ട് ക്ലീനിങ്ങിൻ്റെ ഭാഗത്ത് ഉണ്ടാവും. അത് ഈ അടുപ്പുകൾക്ക് അങ്ങനെയാണ് ചെയ്യാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ടാണ് ഇത് വളരെ വീതി കുറഞ്ഞ സ്ഥലങ്ങളിൽ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് രൂപകൽപ്പന ചെയ്തിട്ടുള്ള അടുപ്പുകളാണ്. ഇവിടെ ഇതിന് വീതിയുണ്ട് എന്ന് മാത്രം, സ്ലാബ് വീതിയുണ്ട്, പക്ഷേ പാർട്ടിയുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്തിട്ടുള്ളതാണ്. ഇതിന് സാധാരണ കൊടുക്കുന്നത് പോലെ തന്നെ 2 റെഡ്യൂസറുകളും അതിൻ്റെ മൂടികൾ, അടുപ്പിനുള്ള മൂടികൾ കൂടാതെ വിറക് വയ്ക്കുന്ന ഭാഗം അടച്ചു വയ്ക്കുന്നതിനും 2 മൂടികൾ ഇതിനുണ്ടായിരിക്കും. ഇത് വാസ്തുപരമായിട്ട് പ്ലാനുകൾ വരയ്ക്കുന്ന ആശാരിമാർ ഈ അടുപ്പ് സ്ലാബ് 1 കോല് ആണ് വീതി ചില സ്ഥലങ്ങളിൽ കൊടുക്കാറുള്ളത്. അത്തരം സ്ഥലങ്ങളിൽ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഇതുപോലുള്ള അടുപ്പുകൾ ഉപയോഗിക്കുന്നത്. വീതി വളരെ കുറഞ്ഞ സ്ഥലത്ത് അവിടെയാണ് ഇതിന് ചെയ്യുന്നതിന് ഈ അടുപ്പുകൾ ചെയ്യുക. ഇത് ഫാൻസി മോഡലായിട്ടാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. ഇതിന് ഡോറ് വെച്ചിട്ട് വിറക് വയ്ക്കുന്ന ഭാഗം അടച്ചു വയ്ക്കാനും കഴിയും. ഈ രീതിയിലല്ലാതെ വിറക് വയ്ക്കുന്ന ഭാഗമില്ലാതെയും ഇത്തരം അടുപ്പുകൾ ഫിറ്റ് ചെയ്യാവുന്നതാണ്. ഫസ്റ്റത്തെ പാർട്ട് മാത്രമേ അതിന് ഉണ്ടായിരിക്കുകയുള്ളൂ. അപ്പോൾ ഇത് പണി പൂർത്തീകരിച്ചിട്ടുള്ള രൂപമാണ് ഇപ്പോൾ കാണുന്നത്. ഇനി ഗ്രാനൈറ്റിൻ്റെ ഫിനിഷിങ്ങൊക്കെ ഇവിടെ ചെയ്യാനായിട്ടുണ്ട്. അപ്പോൾ ഇതുപോലത്തെ അടുപ്പുകൾ നിങ്ങളുടെ അടുക്കളയിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞങ്ങളുമായി തൃശ്ശൂർ ജില്ലയിൽ ഈ നമ്പറിൽ ബന്ധപ്പെടുക.